ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള മുട്ടത്തോടുകൾക്ക് മുകളിലൂടെ നടക്കുന്നത് പോലെ അത്രയും പേടിയോടെയും ജാഗ്രതയോടെയും ഒരാളോട് പെരുമാറേണ്ടി വരുന്ന അവസ്ഥ. സാധാരണ നമുക്ക് അടുപ്പുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മളൊന്നും ആലോചിക്കാറില്ല. നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ അത് ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ ഇവരോട് നോക്കിയും കണ്ടും സംസാരിക്കേണ്ടി വരും. ഇനി ഇത് പറഞ്ഞാൽ ഇവർക്ക് ദേഷ്യാവോ, ഇവരെന്നെ കുറ്റപ്പെടുത്തോ എന്നൊക്കെ 100 വട്ടം ചിന്തിക്കണം. ഇവരോട് ഉപയോഗിക്കുന്ന ഓരോ വാക്കും സൂക്ഷിച്ചില്ലെങ്കിൽ അത് ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു വഴക്കിലോ പിണക്കത്തിലോ ഒക്കെ ആയിരിക്കും. ഇവർ സന്തോഷത്തിലാണോ ദേഷ്യത്തിലാണോ എന്നൊക്കെ ഇവരുടെ മൂഡ് നോക്കി വേണം നമ്മൾ പെരുമാറാൻ. എങ്ങാനും ഇവര് മോശം മൂഡിലാണെങ്കിൽ ശ്വാസം അടക്കി പിടിച്ച് ഇരിക്കേണ്ട അവസ്ഥയാവും. എപ്പോഴാ ഇവര് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. വിട്ടുകളയേണ്ട ചെറിയ കാര്യത്തിന് പോലും തെറ്റായി എടുത്ത് വലിയ പ്രശ്നമാക്കി മാറ്റും ഇവര്. സ്വന്തം വീട്ടിലോ പ്രിയപ്പെട്ടവരുടെ കൂടെയോ ഇരിക്കുമ്പോൾ പോലും ഒരു ബോംബിന് മുകളിൽ ഇരിക്കുന്നത് പോലെ പേടിയോടെ ഇരിക്കേണ്ടി വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ബന്ധം നിങ്ങളെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു തെറ്റ് സംഭവിച്ച ആകാശം ഇടിഞ്ഞു വീണാലും ശരി ഇവരാ തെറ്റ് സമ്മതിച്ചു തരില്ല. ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നതിന് പകരം നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് വളരെ സിമ്പിളായി ആ കുറ്റം നിങ്ങളുടെ തലയിൽ അവരിട്ടു തരും. സാഹചര്യങ്ങളെയും കൂടെയുള്ളവരെയും പ്രതിക്കൂട്ടിലാക്കി അവരെപ്പോഴും കൈ കഴുകും. നിങ്ങൾ അവർ ചെയ്ത ഒരു തെറ്റിനെ ചോദിക്കാൻ ചെന്നു എന്ന് കരുതാം. ഉടനെ വിഷയം മാറ്റും. പണ്ട് അനുഭവിച്ച കഷ്ടപ്പാടും സങ്കടം ഒക്കെ വിളിച്ചു പറയും. അവസാനം ചോദിക്കാൻ ചെന്ന നിങ്ങള് അവരെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാവും. സത്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായാൽ പോലും അവരത് നിഷേധിക്കും. അനാവശ്യമായിട്ട് അവരെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ ആ തെറ്റ് തിരിച്ചറിയാത്ത ഒരാൾക്ക് ഒരിക്കലും അത് തിരുത്താൻ കഴിയില്ല. സഹതാപം അഭിനയിക്കുന്നവര് ശരിക്കും നിങ്ങളെ മാനസികമായി ചൂഷണം ചെയ്യാണ്. സങ്കടം പറയുന്നവരും അഭിനയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ആദ്യം തിരിച്ചറിയുക. ടോക്സിക് ആയ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെയ്യണത് നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ നിന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും നിങ്ങളെ അകറ്റുക എന്നതായിരിക്കും. ഇത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കണതല്ല. സമയെടുത്ത് വളരെ പ്രീപ്ലാൻഡ് ആയിട്ടായിരിക്കും ഇവരിത് ചെയ്യുക. പ്രിയപ്പെട്ടവരെ കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചും ചെറിയ ചെറിയ കുറ്റങ്ങൾ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അവരോടൊപ്പം ചെലവഴിക്കാൻ സമയം നൽകാതിരിക്കുക. ഇതാണ് ഇവരുടെ വേറൊരു സൂത്രം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെയോ കാണാൻ പോവാണെന്ന് വെച്ചോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരത് മുടക്കും. നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ തോന്നിപ്പിച്ച് നിങ്ങളെ അവർ ഇമോഷണലി തളച്ചിടും. ഇവര് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന്റെ ഉദ്ദേശം നാളെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്കൊരു ഉപദേശം തരാനോ ഒരാളും നിങ്ങളോടൊപ്പം ഉണ്ടാവരുത്. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പൂർണ്ണമായും നിങ്ങൾ അവരെ മാത്രം ആശ്രയിക്കാൻ തുടങ്ങും. അവസാനം എന്താവും? അവര് പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്നും അവര് മാത്രമാണ് ലോകം എന്നും നിങ്ങളും വിശ്വസിക്കും. നിങ്ങളെ തകർക്കാൻ നിങ്ങളുടെ ബന്ധങ്ങൾ ഇല്ലാതാക്കിയാൽ മതിയെന്ന് അവർക്കറിയാം. സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുന്ന പരാജയങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് സ്വയം സമാധാനിക്കുന്ന രീതി, ബ്ലെയിം ഷിഫ്റ്റിംഗ്. സംഭവിച്ച തെറ്റ് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയുടെ ലക്ഷണമാണ്. പക്ഷെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾക്ക് അത് കുറച്ചിലായിട്ടാണ് തോന്നുക. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ കാരണം താനല്ല എന്ന് വരുത്തി തീർക്കാൻ അവര് നിങ്ങളെ ബലിയാടാക്കും. നീ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, നീ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ ലേറ്റ് ആവില്ലായിരുന്നു. ഇങ്ങനെ ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കിന് പോലും അവര് നിങ്ങളെ കുറ്റക്കാരാക്കും. മനുഷ്യരെ മാത്രമല്ല, വിധിയാണ്, ഭാഗ്യമില്ല, സമയം ശരിയല്ല, ഇങ്ങനെ സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തറയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും.
ചെയ്യാത്ത തെറ്റിന് പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ സന്തോഷമോ സങ്കടമോ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ, ലാക്ക് ഓഫ് എമ്പതി. നിങ്ങളുടെ വികാരങ്ങൾ അവർക്ക് തമാശയായോ അനാവശ്യമായോ മാത്രമേ തോന്നൂ. നിങ്ങൾ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. എനിക്ക് വയ്യ എന്നെങ്ങാനും പറഞ്ഞ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് പകരം തന്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കാത്തതിലുള്ള ദേഷ്യമായിരിക്കും അവർ പ്രകടിപ്പിക്കുക. ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാരോട് നമ്മൾ ദേഷ്യം വരുമ്പോൾ, ഇപ്പൊ ഞാനായാലും ശരി നിങ്ങളായാലും ശരി, വായിൽ തോന്നുന്നു വിളിച്ചു പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, വേണ്ടായിരുന്നു, പാവം വിഷമായിട്ടുണ്ടാവും അല്ലേ എന്ന്. പക്ഷെ ഇങ്ങനെയൊരു ചിന്ത ഇവർക്കുണ്ടാവില്ല. അവര് നിങ്ങളെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും ശരി, കുറ്റബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെ അടുത്തൂടെ പോലും പോവില്ല. കാരണം അവർക്ക് ഏറ്റവും വലുത് അവരാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ മാനിക്കാത്ത ഒരാളോട് നിങ്ങളുടെ സങ്കടങ്ങൾ പോയി പറയുന്നതും ചുമരിൽ പോയി തലയിടിക്കുന്നതും രണ്ടും ഒരുപോലെയാണ്. മുറിവിന്റെ ആഴം കൂടെയുള്ളൂ. നിങ്ങളെ കേൾക്കാൻ മനസ്സില്ലാത്ത ഒരാളുടെ മുന്നിൽ ഒരിക്കലും മനസ്സ് തുറക്കരുത്. ചില ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലെങ്കിൽ കൂടി എന്തോ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നും. ഇതൊരു അലാറം ആണ്. ഈ വ്യക്തി ശരിയല്ല എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ്. നമ്മുടെ കണ്ണുകൾ കാണുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മനസ്സ് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു വ്യക്തിയായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേട് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാവണത്. ഒരു വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി ചതിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവൻ ശരിയല്ല അല്ലെങ്കിൽ അവള് ശരിയല്ല എന്നൊരു തോന്നല് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന മാതിരി നമുക്കുണ്ടാവും. ഇത് ആ വ്യക്തിയുടെ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സ് നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ വരാനായിട്ടുള്ള കാരണം. ഒരു വ്യക്തി നല്ലവനാണോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് മുൻപ് സ്വന്തം ഹൃദയത്തോട് ചോദിക്കുക. അവരുമായിട്ട് ഇടപഴകുമ്പോൾ കംഫർട്ടബിൾ ആണോ അല്ലെങ്കിൽ അസ്വസ്ഥരാണോ എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. മനസ്സ് നൽകുന്ന മുന്നറിയിപ്പുകൾ ഒരിക്കലും അവഗണിക്കരുത്. സമാധാനം തരാത്ത ഇടങ്ങളിൽ നിന്ന് പതുക്കെ മാറി നടക്കുക. ഒരാളെ കൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ തെറ്റുകൾ മൂടി വയ്ക്കാനായിട്ട് സത്യത്തെ വളച്ചൊടിക്കുക, മാനിപ്പുലേഷൻ. ഇവരൊരിക്കലും 100% കള്ളം പറയില്ല. സത്യത്തിന്റെ കൂടെ കള്ളങ്ങളും കൂടെ ചേർത്തിട്ടായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുക. സംഭവിച്ച കാര്യങ്ങളിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയും. ഇവരെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂടി വെക്കും. കേൾക്കുന്നവർക്ക് തോന്നും ഇവര് പറയണതാണ് ശരിയെന്ന്. അവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിപ്പിക്കാനുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന ആയുധം അവരോട് നിങ്ങൾക്കുള്ള സ്നേഹമാണ്. നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടാ, ഞാൻ നിനക്ക് ഇതൊക്കെ ചെയ്തു തന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റബോധത്തിൽ ആഴ്ത്തി അവർക്ക് വേണ്ട കാര്യം അവര് നേടിയെടുക്കും. മാനിപ്പുലേഷന്റെ ഏറ്റവും ഭീകരമായ രൂപമാണ് ഗ്യാസ് ലൈറ്റിംഗ്. നിങ്ങൾ കണ്ട കാര്യം പോലും അവര് നിഷേധിക്കും. നിങ്ങളെ അവർ കീഴ്പ്പെടുത്തുന്നത് സ്നേഹം കൊണ്ടല്ല, നിങ്ങളിൽ കുറ്റബോധം വളർത്തിയെടുത്താണ്. അവർക്ക് വേണ്ടി നിങ്ങൾ മാറും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവരൊരിക്കലും മാറില്ല. ബുദ്ധി കൊണ്ട് കളിക്കുന്നവർക്ക് ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാവില്ല. ജയിക്കാനുള്ള ഒരു ഗെയിമാണ് അവർക്ക് ബന്ധങ്ങൾ. ഈ കളിയിൽ നിങ്ങൾ തോറ്റുകൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സമാധാനമായിരിക്കും. നമ്മുടെ മനസ്സമാധാനം മറ്റൊരാൾ നശിപ്പിക്കാതിരിക്കാൻ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. ടോക്സിക്കായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ അതിർവരമ്പുകൾ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള തടസ്സങ്ങളാണ്. നിങ്ങൾ നോ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ ഇടപെടരുത് എന്ന് പറയുമ്പോൾ അവരതിനെ ഇമോഷണലി നേരിടും. നിനക്ക് എന്നോട് പഴയ സ്നേഹമില്ല, നീ എന്നെ അകറ്റി നിർത്താം എന്നും പറഞ്ഞ് നിങ്ങളെ പ്രതിസന്ധിയിലാക്കും. ചിലപ്പോൾ ദിവസങ്ങളോളം മിണ്ടാതിരിക്കും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഇതൊക്കെ കാണുമ്പോൾ പേടിച്ച് അടുത്ത പ്രാവശ്യം നോ പറയാൻ നിങ്ങൾ മുതിരില്ല. ഇതാണ് നിങ്ങളെ നിശബ്ദനാക്കാനുള്ള അവരുടെ തന്ത്രം. നിങ്ങൾ അതിരുകൾ വെക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കല്ല, ഉപയോഗിക്കുകയാണ് ചെയ്യണത്.
നിങ്ങൾക്കായി സമയം ചെലവഴിക്കുക, നിങ്ങൾക്ക് മുൻഗണന നൽകുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് തോന്നിപ്പിക്കുക. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്താൽ അത് നിങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് ഇവർ വരുത്തി തീർക്കും. അയ്യോ, ഞാൻ ചെയ്തത് തെറ്റായോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും. നിങ്ങളെ പരിഗണിക്കാൻ തുടങ്ങിയാൽ മുഖം വീർപ്പിച്ചിരിക്കുക, മിണ്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിരിക്കും പിന്നീട് അവിടെ അരങ്ങേറുന്നത്. നിങ്ങളാണെങ്കിലോ ഈ ഒരു അസ്വസ്ഥത ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഓരോന്നോരോന്നായി ഉപേക്ഷിക്കാൻ തുടങ്ങും. സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥതയല്ല, അതൊരു അതിജീവനാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. മുറിവേൽക്കുന്നതിനേക്കാൾ വലിയ വേദനയാണ് മുറിവേൽക്കും എന്ന ഭയത്തിൽ ജീവിക്കണത്. സ്നേഹമെന്നത് ഒരാൾക്ക് മുന്നിൽ ഉരുകിത്തീരലല്ല. സമാധാനം കെടുത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് പതിയെ മാറി നടക്കുക. നിങ്ങളായി സ്നേഹിക്കുന്ന, നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന മനുഷ്യർക്ക് മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം നൽകുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.